പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 16-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കും. ശിഷ്യന്മാരെ രണ്ട് പേര് വീതം വിവിധ ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും കർത്താവ് അയക്കും. അവർ സന്തോഷത്തോടുകൂടി അവരുടെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് തിരികെ വരും. അവരുടെ അനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കുന്നു. വചനം പ്രഘോഷിച്ചതും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും ജനങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കാതിരുന്നതും ഒക്കെ അവർ കർത്താവിനോട് പറയുകയാണ്. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അസ്വസ്ഥരായിരിക്കുന്ന ജനക്കൂട്ടത്തെ കണ്ട് മനസ്സിലെയ്യുന്ന കർത്താവ് മനസ്സലിഞ്ഞത് ആരും ഇല്ലാത്തവർക്ക് വേണ്ടി, വേദന അനുഭവിക്കുന്നതിന് വേണ്ടി, സമൂഹത്തിൽ ഒറ്റപ്പെട്ടവർക്ക് വേണ്ടിയാണെന്ന വചനത്തിൽ കാണും. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ ജെറമ്യാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം. പലപ്പോഴും ഇടയന്മാരുടെ ദുർപ്രവൃത്തികൾ കൊണ്ട്, ഇടയന്മാരുടെ ദുർമാതൃകൾ കൊണ്ട് ആടുകൾ ചിതറിപ്പോകാം. അതിനെക്കുറിച്ചാണ് കർത്താവ് ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഇസ്രയേൽ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാർ അവയെ നശിപ്പിക്കുകയും ദുരുപയോഗിക്കുകയും ചിതറിച്ചു കളഞ്ഞും കുറിച്ചും അവയെ പരിപാലിക്കാതിരുന്നതിനെക്കുറിച്ചും പ്രത്യേകമായിട്ട് ഇന്ന് ഓർമ്മിപ്പിക്കും. ഇന്നത്തെ വചനത്തിലൂടെ ഇടയന്മാരുടെ ദുഷ്കൃത്യങ്ങളെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ അനുകമ്പ തോന്നിയ കർത്താവ് നമ്മോട് ഓരോരുത്തരും പറയുകയാണ്, നമ്മൾ ഓരോരുത്തരും ഇടയന്മാരായി മാറണം. ആയിരിക്കുന്നിടത്ത് ഏൽപ്പിച്ച സ്ഥലങ്ങളിൽ നല്ലിടയന്മാരായി മാറിക്കൊണ്ട് അവയെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും വിളിക്കപ്പെട്ടവരാണെന്ന ഉത്തമമായിട്ടുള്ള ഒരു ബോധ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. അതുകൊണ്ടാണ് നീതിയുടെ ഒരു ശാഖ മുളപ്പിക്കുമെന്ന് കർത്താവിനെക്കുറിച്ച് യെരമ്യാസ് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സങ്കീർത്തന വചനങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുക. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു കുറവും ഉണ്ടാവുകയില്ല എന്ന് നമ്മെ പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുകയാണ്. അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും സകല ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ വചനത്തിലൂടെ ശിഷ്യന്മാരുടെ അനുഭവം പങ്കുവയ്ക്കുന്നുവെങ്കിലും അവർക്ക് ഒരു വിശ്രമം ഒരുക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുക. കാരണം അവർ ക്ഷീണിതരാണ്, വിവിധ ദേശങ്ങളിൽ പോയി തളർന്നു വന്നവരാണ്, അധ്വാനത്തിൻ്റെ ഭാരം അവരെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കും. ഈ ഒരു അനുഭവം നമ്മുടെ കൂടെയുള്ളവരോട് നമുക്കുണ്ടാകണം. ക്ഷീണിതരായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും കഴിയും. യേശുവിൻ്റെ ഒരു കരുതൽ മനോഭാവമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക. വിശ്രമ സ്ഥലത്ത് വന്ന് ഭക്ഷണം കഴിക്കുവാനായിട്ടുള്ള ഒരു വിളി, വിശ്രമിച്ചുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ച ദൗത്യത്തെ ഓർത്ത് നന്ദി പറയാനുള്ള ഒരു വിളി. നമ്മളൊക്കെ ഒരുപാട് അധ്വാനിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും വിശ്രമിക്കാതെയുള്ള ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്താതെ അധ്വാനിക്കുമ്പോൾ അത് നിഷ്പ്രയോജനമായി പോകുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. കൂടെയുള്ളവരുടെ അധ്വാനത്തെ കാണാതെ പോകരുതെന്ന് കൂടി കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വിജന സ്ഥലത്തേക്ക് വരും. വിജന സ്ഥലം എപ്പോഴും തങ്ങളുടെ തന്നെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ളതാണ്, ദൈവവുമായി ഐക്യപ്പെടാനുള്ള സ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇടയനില്ലാത്ത ആടുകളെക്കുറിച്ച് കർത്താവ് ഓർമ്മിപ്പിച്ചെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. കർത്താവിൻ്റെ വേദന അതായിരുന്നു. സാമൂഹ്യമായി ഒറ്റപ്പെട്ടു പോയവർ, വേദന അനുഭവിക്കുന്നവർ, ചൂഷണം ചെയ്യപ്പെട്ടവർ, തങ്ങൾക്ക് ഉള്ള പരാധീനതകളിൽ മറ്റുള്ളവരുടെ മനസ്സ് പതിയാത്തവർ, അവരെ ഒറ്റപ്പെടുത്തിയത്, അവർക്കൊക്കെ വേണ്ടിയാണ് താൻ ഈ ലോകത്തിലേക്ക് വന്നതെന്ന ബോധ്യം കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് നൽകും. ഒരു ക്രിസ്തു ശിഷ്യനെന്ന് പറയുമ്പോൾ കരുതലുള്ളവരായിരിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് ഈ കരുതൽ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ശുശ്രൂഷിക്കുന്നതിനും അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു പോയവരുടെ കൂടെയായിരിക്കുന്നതിനും തളർന്നുപോയവരെ സഹായിക്കുന്നതിനും രോഗികളെ ആശ്വസിപ്പിക്കുന്നതിനുമൊക്കെ നമുക്ക് കരുതും. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാറുണ്ട്, ജനത്തോടൊപ്പമായി. എത്ര ക്ഷീണിതനായാലും ആ ക്ഷീണമൊന്നും വഹിക്കാതെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഈ അനുസ്മരണ സമ്മേളനത്തിലൊക്കെ പറഞ്ഞത് നാം കേട്ടുക. ആ ഒരു മനുഷ്യൻ എത്രമാത്രം തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചുവെന്നും രാത്രി പോലും ഉറങ്ങാതെ ജനത്തോടൊപ്പമായിരുന്നുവെന്നും കൂടെ നടക്കുന്നവരെയൊക്കെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുവാനായിട്ട് എപ്പോഴും സമയം കണ്ടെത്തിയിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അനുകമ്പ എന്ന് പറയുന്ന ഒരു പുണ്യമാണ്. ഒറ്റപ്പെട്ടവരോട് കൂടെയായിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ദൈവീക കരുതലാണ്. നമ്മൾ ഓരോരുത്തരും ദൈവിക സാന്നിധ്യം അനുഭവിച്ചെങ്കിലേ ഇത് സാധ്യമാകൂ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കും. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് എഫെസോസുകാർക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ പറയും, നിങ്ങളെ ഓരോരുത്തരും സമീപസ്ഥരായി. വിദൂരത്തിലായിരുന്നു നിങ്ങൾ, എന്നാൽ ഇപ്പോൾ സമീപസ്ഥരായിരിക്കുകയാണ്. ഈ സമീപസ്ഥരായി നിങ്ങൾ മാറിയത് ക്രിസ്തുവിൻ്റെ രക്തം വഴിയാണ്. ക്രിസ്തുവാണ് നമ്മെ വീണ്ടെടുത്തത്. ആ രക്തത്താലാണ് നാം ഓരോരുത്തരും ഇന്ന് ക്രിസ്തുവിനോടൊപ്പമായിരിക്കുന്നത്. അതുകൊണ്ട് വിദൂരസ്ഥരായിരിക്കുന്നവരൊക്കെ ക്രിസ്തുവിൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ, ക്രിസ്തു സാന്നിധ്യം അനുഭവിക്കുവാൻ, അവരെ ഒരുക്കുവാനുള്ള ദൗത്യം കൂടി നമുക്കുണ്ടെന്ന് ഓർമ്മിപ്പിക്കും. എന്നാൽ ഇന്ന് ഇടയന്മാരൊക്കെ പലപ്പോഴും ജനക്കൂട്ടത്തെ ചൂഷണം ചെയ്യും. ഒരു സഹോദരൻ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഇനി ഞാൻ പള്ളിയിൽ പോകത്തില്ല, ഇനി ഞാൻ ഒരു ധ്യാന കേന്ദ്രങ്ങളിലും പോവില്ല, ഇനി ഒരു പ്രേക്ഷിതനെ ഞാൻ വിശ്വസിക്കുക. കാര്യം തിരക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു സുവിശേഷ പ്രഘോഷകൻ്റെ കൂടെ ആയിരുന്ന മനുഷ്യൻ ആദ്യം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങൾ കണ്ട് ആ മനുഷ്യൻ യഥാർത്ഥമായി ദൈവത്തിൻ്റെ വാക്താവാണെന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തിനെ അനുഗമിച്ചു. അദ്ദേഹം പ്രസംഗിച്ച ധ്യാനങ്ങളിലൊക്കെ കൂടെ നടന്നു. അദ്ദേഹവും ഒരു പ്രേക്ഷിതനായി മാറി. പക്ഷേ ഈ മനുഷ്യൻ്റെ ചൂഷണ പ്രവൃത്തികൾ, മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിക്കുന്ന സാമ്പത്തിക ലാഭങ്ങൾ ഒക്കെ കണ്ട മനസ്സുമെടുത്ത് അദ്ദേഹം പറയുകയാണ്, ഇനി ഞാൻ ഒരു വ്യക്തിയെയും അനുഗമിക്കില്ല, ആരുടെയും കൂടെ പോവുകയില്ല. ഈ ധ്യാനങ്ങളൊക്കെ പലപ്പോഴും തട്ടിപ്പും സാമ്പത്തികം കണ്ടെത്താനുള്ള അവസരങ്ങളുമാണെന്നൊക്കെ ആ മനുഷ്യൻ പറയുന്നതിന് കാരണം നമ്മൾ ആദ്യം കണ്ടതുപോലെ ചൂഷണം ചെയ്യുന്ന ആടുകളെ ചൂഷണം ചെയ്യുന്ന ഇടയന്മാരെ ഉള്ളതുകൊണ്ട്. ഞാനും നീയും അങ്ങനെയാണ്. നമ്മുടെ ദുർമാതൃകൾ കൊണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നത്. എങ്കിൽ കർത്താവിന്ന് പറയുകയാണ്, ഇടയനില്ലാത്ത ആട്ടിൻപറ്റ പോലെ നടക്കുന്നവർക്കൊരിടയനായി മാറുക. ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വിശ്രമമൊക്കെ മറന്നുകൊണ്ട് അവർക്ക് കരുതലും കരുത്തും ശുശ്രൂഷയും നൽകുന്ന കർത്താവിൻ്റെ തിരുഹിതം പൂർണ്ണമായി നിറവേറ്റുവാൻ നമുക്ക് കഴിയട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വരൻ നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ.